നമസ്കാരം. തൃക്കരിപ്പൂരിൽ പഞ്ചായത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്ര നിർമ്മാണത്തിന്റെ പേരിൽ കാശ് ദൂർത്തടിക്കുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. പരാതിയെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് പണി നിർത്തിവെച്ചിരുന്ന സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികാരികൾക്കെതിരെയാണ് നാട്ടുകാർ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. സർക്കാർ പ്രവൃത്തി ദിവസമല്ലാത്ത സമയങ്ങളിൽ പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതായും പരാതിയിൽ പറയുന്നു. പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതോടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുമെന്നാണ് ആരോപണം. 2014 തൃക്കരിപ്പൂരിൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 10 വർഷമായി ബസ് സ്റ്റാൻഡിനുള്ളിൽ കാത്തിരിപ്പ് കേന്ദ്രവുമുണ്ട്. എന്നാൽ സ്റ്റാൻഡിനുള്ളിലേക്ക് ബസ്സുകൾ വരാറില്ലെന്നും സ്റ്റാൻഡിന്റെ പ്രവേശന വഴിയിൽ തന്നെ നിർത്തി ആളുകളെ കയറ്റാറാണ് പതിവെന്നും നാട്ടുകാർ പറയുന്നു. കൂടാതെ സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന വഴിയടച്ച് ഹരിതകർമ്മസേനയ്ക്ക് പൂക്കച്ചവടത്തിനായി കൊടുത്തിരിക്കുകയാണെന്നും ആരോപണമുണ്ട്. കാലാവധി കഴിഞ്ഞതായി നോട്ടീസ് ലഭിച്ചിട്ടും അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ബസ് നിർത്തുന്ന സ്ഥലത്ത് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നതായിട്ടാണ് പരാതി. മാസങ്ങൾക്ക് മുൻപ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നു. എന്നാൽ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോട് നാട്ടുകാർ പരാതി നൽകിയതോടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി മാറിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ബസ് നിർത്തുന്ന സ്ഥലത്ത് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനുള്ള ശ്രമം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നിർമ്മാണം പുനരാരംഭിച്ചതോടെ പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് അധികാരികളെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. കൂടാതെ നടപടികൾ ബോധപൂർവം വൈകിപ്പിച്ച് പണി പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നതായി ജോയിന്റ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു.